വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവ് യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. യേശുവിൽ പ്രിയരെ, ഇന്ന് തിരുസഭ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശു പുനരുത്ഥാനത്തിനു ശേഷം 40-ാം ദിവസം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ഉദ്ധിതനായെന്ന് തെളിയിച്ചു. ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം നൽകിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഓരോ വിശ്വാസിയും മാമോദിസായിലൂടെ പ്രഖ്യാപിക്കുന്ന പ്രേക്ഷിത ദൗത്യമാണ് യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. നാം ആയിരിക്കുന്നിടത്ത് യേശുവിനെ പ്രതി വെളിച്ചമായി, സന്തോഷമായി, അനുഗ്രഹമായി മാറുമ്പോൾ നാം ഏവരും യേശുവിന്റെ സുവിശേഷ പ്രഘോഷകരാകുകയാണ്. യേശുവിന്റെ സ്വർഗാരോഹണം നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയാണ്. നാം എവിടെ എത്തിച്ചേരണമെന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നാം ഭൂമിയിലാണെങ്കിലും ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത്. സ്വർഗാരോഹണം നമ്മുടെ സ്വർഗീയ ജീവിതത്തിന്റെ മുന്നോടിയാണ്. അവിടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും വരും. 1000 കാര്യങ്ങൾ ചുറ്റുമുള്ളപ്പോഴും നമ്മുടെ പ്രത്യാശയും സന്തോഷവുമാണ് യേശു. യേശുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വളരാം. പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ യേശുവിനോടൊപ്പം ഒരേ സമയം പുതിയൊരു തുടക്കവും തുടർച്ചയുമാണ്. അതെ, യേശു യുഗലോകത്തിലായിരുന്നപ്പോൾ സമാരംഭിച്ച ദൗത്യത്തിന്റെ ദൈവരാജ്യ പ്രഘോഷണത്തിന്റെയും വ്യാപനത്തിന്റെയും തുടർച്ചയാണ്.